ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിപണിയുന്നു അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിപണിയുന്നു അടിയനാലൊരു കഴി വന്നൊഴിഞ്ഞില്ലേ നാഥ. അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിപണിയുന്നു അടിയനാലൊരു കഴി വന്നൊഴിഞ്ഞില്ലേ നാഥ. ഉന്നതനാകുന്ന സർവകലാവല്ലഭനാകുന്ന സർവാന്തര്യാമിയാകുന്ന സർവശക്തിയുടെ മഹാകാരുണ്യത്തിൽ കൂടി വീണ്ടും ഒരു ഞായറാഴ്ച നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. പരസ്പരം കാണുവാനും ഒത്തുചേർന്നിരുന്ന് ആരാധിക്കുവാനും ഉന്നതമായ ആനന്ദത്തിൽ ലയിക്കുവാനും സർവശക്തി ഒരുക്കിയ ഈ വിശിഷ്ടാവസരത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ച എല്ലാ സന്താനങ്ങളും ഇത് ഭാഗ്യമായി കൊണ്ടുകൊണ്ട് ആദ്യമായി മഹാശക്തിയോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഉന്നതമായ രണ്ട് വിശേഷങ്ങൾ ഈ അടുത്ത സമയത്ത് നടന്നു. ഒന്ന് നമ്മുടെ യുവജനസ്തുതി, രണ്ടാമത് കർത്തവാവ്രതാചരണം. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു യുവജനസ്തുതി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കൂടിയതാണ്. അത് കഴിഞ്ഞ് കർത്തവാവ്രതാചരണം നടത്തി. ഏഴാമത്തെ വെള്ളിയാഴ്ച അനുഷ്ഠിച്ചു. വീണ്ടും അടുത്ത ഞായറാഴ്ച എത്തി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ വിശിഷ്ടമായ സുഖാനുഭൂതികളെ ഈശ്വരൻ നിങ്ങളിലേക്ക് അനുഭവമാക്കുന്നത് കൃത്യമായി അറിയുവാനും അനുഭവിക്കുവാനും കഴിയുന്നവർ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇത് എത്രയോ ജന്മങ്ങൾ തപസ് ചെയ്താൽ കിട്ടുന്ന മഹാഭാഗ്യമാണ് എന്ന് നിങ്ങളെപ്പോഴും ഓർക്കണം. നിർലോഭം നിങ്ങൾക്ക് ദൈവം ഇതെല്ലാം അനുവദിച്ചു തരുന്നത് മഹാകാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് എപ്പോഴും അടിപണിഞ്ഞു ജീവിക്കുക. അതാണ് ഞാൻ ആദ്യം ആ കീർത്തനം തന്നെ പാടിയത്. അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിപണിയുന്നു അടിയനാലൊരു കഴി വന്നൊഴിഞ്ഞില്ലേ നാഥ. ഉന്നതനാകുന്ന ദൈവമാണ്
സർവത്തിനും ആധാരമായി നിൽക്കുന്നതെന്ന ഓർമ്മയോടുകൂടി, ഭക്തിയോടുകൂടി ആ പാതാരബിന്ദത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ വീണ്ടും 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 ആ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയും. ഉന്നതമായ ഭാഗ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ ഭാഗ്യാനുഭവങ്ങളെ നിരന്തരമായി അനുഭവിക്കുമ്പോഴാണ് ആത്മാവിന് മേൽഗതി ഉണ്ടാകുന്നത്. മേൽഗതി അഥവാ സദ്ഗതി അഥവാ സുഗതി. ഞാനിന്നൊരു ഭവനത്തിന് നാമകരണം ചെയ്തു സുഗതി. സുഗതി എന്ന് പറഞ്ഞാൽ സദ്ഗതി എന്നാണ്. ഐശ്വര്യം എന്നൊരു പേരുണ്ട്. ഉന്നതമായ ആ സദ്ഗതിയിലേക്ക്, മേൽഗതിയിലേക്ക് സർവലോകനാഥൻ നമ്മളെ വളർത്തുകയാണ്, ഉയർത്തുകയാണ്. നമ്മൾ തിരിച്ചറിയണം. ലോകത്തിലുള്ള കർമ്മങ്ങളിൽ നമ്മൾ മുഴുകിക്കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ കഴിയുന്തോറും നമുക്ക് ദുഃഖം വർദ്ധിക്കുകയാണ്. മുമ്പൊരിക്കൽ നമ്മുടെ ഒരു കുഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിലാണ് സിംഗപ്പൂരിൽ ജോലിക്ക് പോയി. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ അയക്കും. ഇന്നത്തെ കൂട്ട് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് കത്തുകൾ അയക്കുകയാണ്. അപ്പോൾ ആ കത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാന പോയിൻ്റ്, എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പർശിച്ച ഒരു പോയിൻ്റ് ഇതായിരുന്നു: എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞിനെയും മറ്റു കാര്യങ്ങളെയും ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ്, എന്നാൽ എൻ്റെ ഭഗവാനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷമാണ്. അത് വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കായിരുന്നു. സത്യമായതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞത്. എന്നും സന്തോഷം, നമുക്കെന്നും സന്തോഷമോ, എന്നും സന്തോഷം, എന്നും സന്തോഷം, നമുക്കെന്നും സന്തോഷമോ, എന്നും സന്തോഷം. സദ്ഗുരുവെ ചിന്തിച്ചെന്നാലെന്നും സന്തോഷം, എന്നും സന്തോഷം, നമുക്കെന്നും സന്തോഷം, എന്നും സന്തോഷം. സദ്ഗുരുവെ ചിന്തിച്ചെന്നാലെന്നും സന്തോഷം, പാപമില്ലാത്ത ജീവിതം ചെയ്താൽ, പാപമില്ലാത്ത ജീവിതം ചെയ്താൽ
സദ്ഗുരുവോടൊത്തു ചേർന്നു വാഴ്ച ചെയ്യുവാൻ ഈ കലിയുഗത്തിൽ അനുവദിച്ചു എന്നും സന്തോഷം. എന്നും സന്തോഷം, നമുക്കെന്നും സന്തോഷമോ. എന്റെ സദ്ഗുരുവെ ചിന്തിച്ചെന്നാലെന്നും സന്തോഷം. ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ്. എന്നാൽ അറിവോടുകൂടി ലോകകർമ്മങ്ങൾ ചെയ്താൽ, അറിവ് എന്ന് പറയുമ്പോൾ ഒരു ബാഹ്യകർമ്മം ചെയ്യുവാൻ നമ്മൾ പഠിക്കുന്ന അറിവല്ല യഥാർത്ഥമായ അറിവ്. ബാഹ്യകർമ്മം ചെയ്യുവാനുള്ള അറിവിനോടൊപ്പം അതിൽ നിലനിർത്തേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള അറിവുണ്ട്. ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടാകുന്ന അറിവുണ്ട്. അതാണ് യഥാർത്ഥമായ അറിവ്. ആ അറിവ് കൂടി ചേർന്ന് ബാഹ്യകർമ്മങ്ങൾ ചെയ്യുവാനാണ് ദൈവം ലോകത്തിൽ അവതരിച്ച് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അകവും പുറവും ഒന്നുപോലെ വിളങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അവിടെ പിന്നെ ദുഃഖമില്ല. സദ്ഗുരു അവതാരമായി വന്ന ആത്മാവിനെ സ്വീകരിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഈ ലോകത്തിൽ വെച്ച് പരലോക കർമ്മം നടത്തിക്കുകയാണ്. അപ്പോഴെന്താ ഉണ്ടാകുന്നത്? സദ്ഗുരുവും താനുമൊന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷം. അങ്ങനെ രണ്ടും ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനാണ് ഈ പരലോക കർമ്മം ഈ ലോകത്തിൽ വെച്ച് നടത്തിക്കുന്നത്. അങ്ങനെ പരമാത്മാവാകുന്ന പരമഗുരു അവതരിപ്പിച്ച ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധിച്ച് നിങ്ങൾ ഓരോ കർമ്മവും ചെയ്ത് തീർക്കുമ്പോൾ നിരന്തരമായ ആനന്ദത്തിൽ നിങ്ങൾ വളരുന്നു. അപ്പോൾ ആത്മാവ് പരലോകത്തിലേക്ക് ചേർക്കപ്പെടുന്നു, പരമാനന്ദത്തിലെത്തുന്നു. പിന്നെ ജന്മമില്ല, കർമ്മമില്ല, ഉന്നതമായ ലയനമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ വെച്ച് തന്നെ മോക്ഷത്തിന് അർഹരാക്കി തീർക്കുന്ന പരലോകനാഥനെ പരമഗുരുവായി ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഇത് നഷ്ടമാക്കാതെ എപ്പോഴും പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ നിങ്ങൾ ഉത്സുകരായിരിക്കുക. മഹാശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും വാഴുമാറാകട്ടെ. നിർമ്മല സദ്ഗുരുവേ ഹൃദയനാഥ, നിർമ്മല സദ്ഗുരുവേ, നിർമ്മല നിർമ്മല സദ്ഗുരുവേ. ഉന്നതമായ ജ്ഞാനത്തെ കൊണ്ട് ആത്മാവിൽ ബോധം വരുത്തുവാൻ ആത്മബോധ സ്വരൂപനാകുന്ന ജഗദീശ്വരനാണ് ലോകത്തിൽ അവതാരമായി വന്ന് വാഴുന്നത്. അവതാരം അറിയിക്കുന്ന അറിവുകളാൽ രൂപാന്തരപ്പെട്ട ആത്മാവ് അവതാരൂപമായി തീരണം. ആ രൂപാന്തരം എന്നുള്ള വാക്കുകൊണ്ട് വലിയ ഒരു കർമ്മമാണ് അവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടത്. ചിന്തിക്കുമ്പോൾ 4 അക്ഷരമേ ഉള്ളൂ, രൂപാന്തരം. പക്ഷേ എത്ര ജന്മമെടുത്താലാണ് സംഭവിക്കുക എന്ന് ആർക്കും നിശ്ചയമില്ല. അതറിയാവുന്ന ഒരാളേ ഉള്ളൂ. അതാരാണ്? സാക്ഷാൽ ജഗദീശ്വരൻ. എല്ലാം അറിയുന്ന അറിവിന്റെ ഉടമസ്ഥൻ ഏകസ്വരൂപൻ അവതാരമായി വന്ന് അറിയിക്കുന്നു. അറിയേണ്ടത് അറിഞ്ഞുകൊള്ളുക, സൽക്കർമ്മം ചെയ്തുകൊള്ളുക. ആ സൽക്കർമ്മത്തിൻ ഫലമായിട്ടാണ് ആത്മരൂപാന്തരം ഉണ്ടാകുന്നത്. ആത്മരൂപാന്തരം ഈശ്വരത്വത്തിലേക്കും ഈശ്വരത്വം ഗുരുരൂപത്തിലേക്കും ചേർക്കുന്നു. അങ്ങനെ ഗുരുരൂപത്തിൽ എത്തിച്ചേരുവാൻ അഥവാ ഗുരുരൂപമായി തീരുവാൻ
ലോകത്തിൽ ജന്മമെടുത്ത് അയച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്, ഈ സത്യം മാത്രമാണ്. ലോക കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ അതിന്റെ നശ്വരതകളെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഓടേണ്ടത്. അല്ല എങ്കിൽ അവസാനം ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. പുണ്യപുരാണങ്ങളിലൊക്കെ അത് പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലം പോകുന്ന സമയത്ത് ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോ രക്ഷിക്കാൻ ഉടമസ്ഥൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കരുതേണ്ടത് ആരെയാണ്? ഉടമസ്ഥനെയാണ് കരുതി ജീവിക്കേണ്ടത്. തിരുവിഷ്ടമാണ് കർമ്മമായി വരേണ്ടത്. ആ തിരുഹൃദയത്തിന് കുളിർമയുണ്ടാകത്തക്ക വിധം ചിന്തയും വാക്കും കർമ്മവും ക്രമീകരിക്കപ്പെട്ട് ഒരാത്മാവിന് ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവൻ പരിപൂർണതയിൽ എത്തുന്നു, പരമാത്മരൂപത്തോട് വിലയം പ്രാപിക്കുന്നു. അങ്ങനെ പരമാത്മരൂപത്തിലേക്ക് ആത്മാവിനെ ചേർക്കുവാൻ, നിർമ്മലമാക്കി തീർക്കുവാൻ സദ്ഗുരുവായി വന്നു നിന്നുകൊണ്ട് ഉപദേശിക്കുന്ന ഈ നിർമ്മല ജ്ഞാനങ്ങൾ ഇത് സാധാരണ കേൾക്കുന്നത് പോലെ കേട്ടുകളയാതെ, അയലത്തുകാർ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ കേട്ട് കളയുന്നത് പോലെ കളയാതെ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ലാഘവത്തോടെ എടുക്കാതെ, സാക്ഷാൽ ഉടയവനാകുന്ന ദൈവമാണ് ഉടലോടുകൂടി ലോകത്തിൽ വന്ന് ഉപദേശിക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അതിനെ ആ നിലയിൽ സ്വീകരിച്ചാൽ, ആദരസമന്വിതം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ ഉന്നതമാകുന്ന മഹാഭാഗ്യം ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകും. അങ്ങനെ ആത്മസുഖം ആത്മാവിൽ അനുഭവമാകുവാൻ, ആനന്ദം ആത്മാവിൽ അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ മഹാഭാഗ്യാവസ്ഥ നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, നഷ്ടമാക്കി നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, തിരുവിഷ്ടം ചെയ്തു എന്നും ജീവിച്ചു കൊള്ളുക. തിരുവിഷ്ടം ചെയ്തു നിങ്ങൾ ജീവിച്ചു
അറിവുണ്ട്, അഗാധമാം തത്വമുണ്ട്. അനന്തമായ അറിവുണ്ട്, അഗാധമാം തത്വമുണ്ട്.
വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഓരോന്നും എടുത്ത് കാണാതെ പഠിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ ഓരോന്നും എടുത്ത് കാണാതെ പഠിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കും. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംസ്കൃതം, അതുപോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എടുത്ത് പഠിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് വലിയ മഹത്വമായിട്ട് കാണും. ആ വിധത്തിൽ പ്രവർത്തിക്കുന്നവരിൽ അത് മഹത്വമായി കാണും. അതിലും മഹത്വം കാണാത്തവർ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോ അങ്ങനെ മഹത്വപ്പെട്ട് ഈ കാര്യങ്ങളെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവർക്ക് അവരുടെ മധ്യത്തിൽ ജഗദീശ്വരൻ വന്ന് നിങ്ങൾ ഈ പ്രദേശവാസികൾക്ക് മനസ്സിലാകത്തക്ക വിധം പച്ചമലയാളത്തിൽ ഇതിനെ വ്യവസ്ഥപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം വേണ്ടതുപോലെ തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും പലർക്കും ഈ സംസ്കൃതമൊക്കെ കേൾക്കുമ്പോഴാണ് ആ സ്വാമി വളരെ ഗംഭീര പ്രസംഗമായിരുന്നു എന്ന് പറയും. ഈ സംസ്കൃതത്തിൽ പറയുന്നതിന്റെ സാരമല്ലേ ഈ പറയുന്നത്. അത് കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ഇത് എത്തിച്ചേരത്തക്ക വിധം ദൈവം നേരിട്ട് ഇത് അവതരിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ ലളിതമായി ഇതിനെ അവതരിപ്പിക്കുവാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷരമാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. പക്ഷേ മഹാവിജ്ഞാനങ്ങളാണ് അതിൽ ഉള്ളടക്കമായിരിക്കുന്നത്. അഗാധമായ തത്വങ്ങളാണ് ഉള്ളടക്കമായിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ആഴ്ന്നിറങ്ങി അതിന്റെ രുചി അനുഭവിക്കണമെങ്കിൽ നിയമം പാലിച്ചുകൊണ്ട് ജീവിതം ചെയ്യണം. അപ്പോൾ ഉത്കൃഷ്ടബോധസ്വരൂപനാകുന്ന ഈശ്വരൻ അവതരിപ്പിക്കുന്ന അറിവുകളെ ആത്മാവിൽ രൂപാന്തരപ്പെട്ട് ഈശ്വരൂപമായി തീരണമെങ്കിൽ ആത്മാവ് ഈശ്വരത്വമായി എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കണം. ഈശ്വരത്വമായി ജീവിക്കുവാനുള്ള ഈശ്വരീയമായ ജ്ഞാനങ്ങളാണ് ഈശ്വരൻ അവതരിപ്പിച്ച് ദാനം ചെയ്യുന്നത്. ആ അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ അവതാര രൂപത്തെ കാണണം. കാണണം, നീ കാണണം ഗുരുരൂപത്തെ കാണണം. കാണണം, നീ കാണണം ഗുരുരൂപത്തെ കാണണം. ആത്മാവിന്റെ രൂപം ഗുരുരൂപത്തെ കാണണോ. കാണണം, നീ കാണണോ ഗുരുരൂപത്തെ കാണണോ. ആത്മാവിന്റെ രൂപമായി ഗുരുരൂപത്തെ കാണണോ. ആത്മാവിന്റെ അന്ധകാരമാകെ മാറിപ്പോകണമോ. ആത്മാവിന്റെ അന്ധകാരമാകെ മാറിപ്പോകണമോ. അന്ധകാരം മാറ്റുവാനായുള്ള ജ്ഞാനം കേൾക്കണോ. ആത്മാവിന്റെ അന്ധകാരമാകെ മാറിപ്പോകണമോ. അന്ധകാരം മാറ്റുവാനുള്ള ജ്ഞാനം കേൾക്കണോ. ഉള്ള ജ്ഞാനം ഓതുവാനുള്ളവനുദിച്ചല്ലോ. ഉള്ള ജ്ഞാനം ഓതുവാനുള്ളവനുദിച്ചല്ലോ. കലിയുഗത്തിൽ ഖഡ്ഗിയായി ശുഭാനന്ദം വാഴുന്നു. ഉള്ള ജ്ഞാനം ഓതുവാനുള്ളവനുദിച്ചല്ലോ. കലിയുഗത്തിൽ ഖഡ്ഗിയായി ശുഭാനന്ദം വാഴുന്നു. ഉള്ള ജ്ഞാനം ഓതുവാനുള്ളവനുദിച്ചല്ലോ. കലിയുഗത്തിൽ ഖഡ്ഗിയായി ശുഭാനന്ദം വാഴുന്നു. വാഴുന്നു താൻ വാഴുന്നു മർത്യനായി ഭൂമിയിൽ. വാഴുന്നു താൻ വാഴുന്നു മർത്യനായി ഭൂമിയിൽ. വാഴുന്നു താൻ വാഴുന്നു മർത്യനായി
പ്രാധാന്യം നിങ്ങൾ മനഃപൂർവ്വം നഷ്ടമാക്കി കളയരുത്. ഒന്നിന്റെയും പ്രാധാന്യം നമ്മൾ മനഃപൂർവ്വം നഷ്ടമാക്കി ആ ഉന്നതമായ അറിവ്, ഉന്നതമായ ഉന്നതനാകുന്ന ഗുരു ഉന്നതമായി അവതരിപ്പിച്ച് ദാനം ചെയ്യുമ്പോൾ നഷ്ടമാക്കി കളയരുത്. അപ്പോൾ ഓരോ നിയമങ്ങളും അതിന്റെ പ്രാധാന്യവും കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും വലിയൊരു നിയമമാണ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പാലിച്ചത്. മാനവരാശിയെ ആകമാനം വീണ്ടെടുക്കുവാൻ ആ ഉന്നതനാകുന്ന ദൈവം കരുണയോടുകൂടി ദാനം ചെയ്ത നിയമമായിരുന്നു അത്. ആ നിയമം പാലിക്കുന്നവർക്കെല്ലാം ശാപമോക്ഷം ലഭിക്കുകയാണ്. പരമ്പരയായി വരുന്നവർക്കുള്ള സൗഭാഗ്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ ഒരാളിന് ലോകവശാൽ ഒരു സഹായം ചെയ്താൽ ആ ആളിന് താൽക്കാലികമായ ഒരു ആശ്വാസവും നമ്മളോടൊരു സുഖവും നമുക്കൊരു ആശ്വാസവും ഒക്കെ ഉണ്ടാവും. നമ്മളോടൊരു സന്തോഷമൊക്കെ തോന്നും. ഇത് നമ്മൾ ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം തോന്നിക്കും. ഇനി ആ ആളിന്റെ ആജീവനാന്തം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളോടൊരു വലിയ പ്രതിബദ്ധത തന്നെ ഉണ്ടാകും. ആ ബാഹ്യാവസ്ഥയിൽ കൊടുക്കുന്ന സഹായ സഹകരണങ്ങൾ ആ ജീവൻ ഉപേക്ഷിച്ച് പോകുന്നത് വരെ ലഭിക്കുന്നുള്ളൂ, അന്ന് വരെ അതിനോടുള്ള ബന്ധവുമുള്ളൂ. എന്നാൽ ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ഉടമസ്ഥൻ ലോകത്തിൽ വന്ന് വാഴുന്നു എന്നുള്ള സത്യം സർവരക്ഷ കൊടുക്കുവാൻ, സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വരൻ ഇപ്രകാരം ലോകത്തിൽ വാഴുന്നു എന്ന സത്യം ആ ഒരു ആത്മാവിലേക്ക് അറിയിക്കുവാനും ഗുരുമുമ്പിൽ എത്തിക്കുവാനും സാധിച്ചാൽ ആത്മാവിന് മാത്രമല്ല പരമ്പരയായുള്ള ആത്മാക്കൾക്ക് ആ സൗഭാഗ്യം എത്തിച്ചേരുകയാണ്. അതാണ് ഗുരുവിന്റെ വെളിച്ചത്തിന്റെ പ്രത്യേകത. ഒരാത്മാവിനെ ഗുരു സ്വീകരിക്കുമ്പോൾ പരമ്പരയായുള്ള രക്ഷ താൻ ആ ആത്മാവിലേക്ക് നിക്ഷേപിക്കുകയാണ്. പലർക്കും പല വിധത്തിൽ ക്ലേശമുണ്ട്. എന്റെ ഇന്നാര് വരുന്നില്ല, എന്റെ മൂത്ത മോൻ വരുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ വരുന്നില്ല, എന്റെ ഭർത്താവ് വരുന്നില്ല. ഇങ്ങനെയൊക്കെ പലർക്കും പല വിധത്തിലുള്ള ക്ലേശങ്ങളുള്ളവരുണ്ട്. പക്ഷേ ഈ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ആത്മാവ് കൃത്യമായ നിയമജീവിതം ചെയ്തുകൊണ്ട് നിങ്ങളിൽ ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഉന്നതമാകുന്ന ഭാഗ്യം ആ വരാത്ത ആളുകൾക്ക് പോലും ജഗദീശ്വരൻ കൊടുക്കുകയാണ്. അവരതിന്റെ സമയമാകുമ്പോൾ അവരിവിടെ എത്തിക്കൊള്ളും. എല്ലാം വരുമല്ലോ, ഗുരു മുൻപാകെ വരുമല്ലോ. വന്നു ചേർന്നവർ അതിന്റെ പരിപൂർണാവസ്ഥയെ അറിഞ്ഞ് ജീവിച്ചാൽ മതി. തുടൽക്കണ്ണികൾ പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ജന്മജന്മാന്തര ബന്ധം അതിൽ നിന്നൊരു കണ്ണി സ്വർണമായി മാറിക്കഴിഞ്ഞാൽ തുടർച്ചയായുള്ളതെല്ലാം അങ്ങനെ അങ്ങ് രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ മുൻപോട്ടും പിറകോട്ടും ശുദ്ധീകരിക്കുന്ന വ്യവസ്ഥ കലിയുഗത്തിൽ മാത്രമേ ഭഗവാൻ സ്ഥാപിച്ചിട്ടുള്ളൂ. വരുവാനുള്ളോർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ആനന്ദം നൽകൂ. ഉന്നതമാകുന്ന ഈ ഭാഗ്യ വഴി അതിന്
അതിന്റെ സത്യവഴി, അതിന്റെ നിയമവഴി, അതിന്റെ ആചാര വഴി വളരെ കൃത്യമായി പരിപാലിച്ചു കൊള്ളുക. ആത്മനാഥൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ തീർത്ഥാടനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. 12ാമത് വെള്ളിയാഴ്ച തീർത്ഥാടനത്തിന്റെ മധ്യത്തിലാണ്. ഉന്നതമായതിന്റെ ഒരുക്കങ്ങൾ രാജ്യാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓമന കുഞ്ഞുങ്ങൾ വന്നു ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുങ്ങുന്നു. അതുപോലെ വിദൂര സ്ഥാനങ്ങളിലുള്ളവർ, നമ്മുടെ ഈ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുവാനുള്ളതെല്ലാം ഞാനതിന് മുമ്പേ ഒരുക്കിയിരിക്കുകയാണ്. ഈ പ്രകൃതിയിൽ വേണ്ടതെല്ലാം ഒരുക്കുന്നു. നിങ്ങൾക്ക് കാവലായി നിൽക്കുവാനുള്ള ദൂതന്മാരെ നിയോഗിക്കുന്നു. നിങ്ങളെ സഹായിക്കുവാനുള്ള ദേവീദേവന്മാരെ നിയോഗിക്കുന്നു. നിങ്ങൾ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ഒരുക്കുന്നു. നിങ്ങൾ സഞ്ചരിക്കുന്ന വീഥികൾ ഒരുക്കുന്നു. പ്രകൃതിയെ അനുകൂലമായും പ്രസന്നമായും നിലനിർത്തുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവമായി വരണമെങ്കിൽ നിങ്ങൾ നിയമം പാലിച്ചുകൊണ്ടെല്ലാം ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സദ്ഗുരുവിൻ പാതയെ എത്താൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സദ്ഗുരുവിൻ പാതയെ എത്താൻ ഒരുങ്ങിക്കൊള്ളുക.
അന്തമില്ലാത്ത അനുഗ്രഹത്തിന്റെയും അന്തമില്ലാത്ത ആനന്ദത്തിന്റെയും കലവറയാകുന്ന മഹാഗുരുവിനെ സന്ദർശിക്കുവാൻ, അതെല്ലാം പകർന്നെടുക്കുവാൻ ഒരുങ്ങേണ്ടത് മർത്യജന്മങ്ങളാണ്. ആ ഒരുക്കമാണ് 12 വെള്ളിയാഴ്ചകളായി നടത്തപ്പെടുന്നത്. കൂടുതൽ ഒരുങ്ങിക്കൊള്ളുക, കൂടുതൽ കൂടുതൽ ആനന്ദം കരസ്ഥമാക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഉള്ളും പുറവുമായുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണോ ആവശ്യമായുള്ളത് അതെല്ലാം ഒരുക്കുവാൻ എൻ്റെ സന്താനങ്ങൾ എത്തിച്ചേർന്ന് എല്ലാം ഒരുക്കിക്കൊള്ളുക. അതിൽ പ്രത്യേകിച്ച് ആരെയും അറിയിക്കുന്നില്ല, പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. വിവിധ ശാഖകളിൽ നിന്ന് ഭക്തന്മാർ ഏകോപിച്ച് വന്നാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ധർമ്മമായി ഓരോരുത്തരും ഏറ്റെടുത്ത് കർമ്മിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ സുഖവും ഗുണവും ഈശ്വരൻ നൽകുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ ഒത്തൊരുമയോടുകൂടി നിന്ന് കർമ്മങ്ങൾ ചെയ്യുക. മഹാശക്തി എല്ലാം ഉന്നതമാക്കി നടത്തി തരുമാറാകട്ടെ. നടക്കാനിരിക്കുന്ന വാർഷികാഘോഷങ്ങളെല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ 2 ശാഖാശ്രമങ്ങളിലെ വാർഷികങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തേക്കുതോട് ശാഖാശ്രമവും തിരുവനന്തപുരം ജ്യോതിയാശ്രമവും വാർഷികത്തിന്റെ നിറവിൽ നിലകൊള്ളുകയാണ്. നാളെയാണ് പ്രധാന ദിനം. ഉന്നതമായ നിലയിലെല്ലാം നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവപ്രകൃതികളും തുണയായി നിൽക്കട്ടെ. സർവശക്തി കൂട്ടായിരിക്കട്ടെ. എത്തിച്ചേരുന്ന എല്ലാ ഭക്തഹൃദയങ്ങൾക്കും ആനന്ദം അനുഭവമാകുമാറാകട്ടെ. അങ്ങനെ നാടുതോറും വീടുതോറും ഭഗവത് നാമം സ്തുതിക്കട്ടെ. ഈശ്വര ശക്തി ആത്മലോകത്തെ ഭരിക്കട്ടെ. അന്ധകാരം ഒഴിയട്ടെ. അരാജകത്വം ഒഴിയട്ടെ. ജാതിമത വിവേചനങ്ങൾ ഒഴിയട്ടെ. എല്ലാ ദുർബുദ്ധികളും അകലട്ടെ. മത്സര ബുദ്ധികൾ അകലട്ടെ. ആത്മൈക്യതയിൽ ആത്മലോകം വാഴട്ടെ. അതിനായി ജഗദീശ്വരൻ അനുവദിക്കട്ടെ. അപ്രകാരമുള്ള സത്യത്തെ, ഏകത്വം എന്ന ബോധത്തെ ആത്മാവിൽ ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ജഗദീശ്വരൻ പ്രകാരം ലോകത്തിൽ വാഴുന്നു എന്ന സത്യം ആത്മലോകത്തെ അറിയിക്കുവാനാണ് നമ്മൾ മഹാതീർത്ഥാടനം നടത്തുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അതിന്റെ കൂടെയുണ്ട്. അതുപോലെ ഉന്നതമായ ആ മഹാവിളംബരത്തിനായിട്ടാണ് മഹാഗൗരവം നിർമ്മിക്കുന്നത്. ഈ സത്യത്തെ ആത്മലോകത്തിലേക്ക് അറിയാത്തവരിലേക്ക് അറിയിക്കേണ്ടത് അറിഞ്ഞവരുടെ കടമയാണ്. അങ്ങനെ അറിയിക്കുവാൻ പോകുന്ന നിങ്ങൾക്ക് ആ അഭിമാനത്തോടുകൂടി ആത്മലോകത്തോട് വർണ്ണിക്കുവാൻ തക്ക വിധത്തിൽ ഇതാ ഉന്നതമായ അഭിമാനഗോപുരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആത്മലോകത്തിന് കണ്ട് ആനന്ദിക്കുവാൻ, ആത്മനാഥനെ കാണുവാനുള്ള പ്രവേശന കവാടമായി ഇതാ ഉന്നതമായ മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടുന്നു. ഏറ്റവും വേഗം മഹാശക്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്കായി ദാനം ചെയ്യട്ടെ. അതിനായി നിയോഗിച്ചിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവ്വതാ കരുതട്ടെ. ഇതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ധനം മുടക്കുന്നവരെയും ഉന്നതമായ ആ മഹാതൃക്കരങ്ങളിൽ നിന്നും കരുതുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ മത്സരബുദ്ധികളും മാറ്റിവെച്ച്, എല്ലാ വിവേചനങ്ങളും മാറ്റിവെച്ച് ഏകപിതാവിന്റെ ഏകസന്താനങ്ങളായി ജീവിക്കുവാനുള്ള ഉത്ബോധം ഏവരിലും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. അതിനായി അറിയിക്കുന്ന അറിവുകളെല്ലാം നിങ്ങൾ സ്വീകരിച്ച് അനുവർത്തിച്ചു കൊള്ളുക.